ഇനി നമുക്ക് ടെസ്റ്റ് ക്രോസിൻ്റെ യൂസ് എന്തിനാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്, അതായത് യൂസസ് ഓഫ് ടെസ്റ്റ് ക്രോസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു F1 ഹൈബ്രിഡിനെ റെസിസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ക്രോസ് എന്ന് പറയാം. അപ്പോൾ നമ്മൾ ടെസ്റ്റ് ക്രോസ് എന്തിനാണ് ചെയ്യുന്നത്? ടു ഫൈൻഡ് ഔട്ട് ദ അൺനോൺ ജീനോടൈപ്പ് ഓഫ് എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ടെസ്റ്റ് ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിൻ്റെ ജീനോടൈപ്പ് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യുന്നത്. നമുക്കറിയില്ല ഈ ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പ് എന്താണെന്ന് അറിയില്ല. അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടെസ്റ്റ് ക്രോസ് ചെയ്യണത്. നമുക്ക് നോക്കാം എങ്ങനെയാണ് ടെസ്റ്റ് ക്രോസ് ചെയ്യണതെന്ന്. അപ്പോൾ നമ്മുടെ ഫ്ലവർ, ഒരു വയലറ്റ് ഫ്ലവറുണ്ട്, വൈറ്റ് ഫ്ലവറുണ്ട് നിൽക്കാം. സോ വയലറ്റ് ഫ്ലവറും വൈറ്റ് ഫ്ലവറും കൂടി ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫസ്റ്റ് F1 ഹൈബ്രിഡിൽ കിട്ടുന്നത് മുഴുവൻ വയലറ്റ് തന്നെയായിരിക്കും. നമ്മൾ ടോളും ഡ്വാർഫും ചെയ്ത പോലെ ടോള് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡോമിനൻ്റ് ആയിരുന്നു, ഡ്വാർഫ് എന്ന് പറഞ്ഞ ക്യാരക്ടർ റെസിസീവ് ആയിരുന്നു. അപ്പോൾ F1 കിട്ടിയത് മുഴുവൻ എന്തായിരുന്നു? മോണോ ഹൈബ്രിഡ് സിംഗിൾ ജീൻ എക്സ്പെരിമെൻറ്റിൽ മുഴുവൻ കിട്ടിയത് എന്താണോ ഡോമിനൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ അത് തന്നെയാണ് F1 ഹൈബ്രിഡിൽ കിട്ടിയത്. അതേപോലെ ഇവിടെ വയലറ്റ് ആയിരുന്നു ഡോമിനൻ്റ്, വൈറ്റ് റെസിസീവാണ്. സോ ഈ ഡോമിനൻ്റ് ക്യാരക്ടറായിട്ടുള്ള വയലറ്റ് റെസിസീവ് ട്രേറ്റ് ആയിട്ടുള്ള വൈറ്റുമായിട്ട് ക്രോസ് ചെയ്യുമ്പോൾ അതിൻ്റെ F1 കിട്ടി. F1 നമ്മൾ ടോള് കിട്ടിയപ്പോൾ തന്നെ വയലറ്റാണ് കിട്ടിയത്. പക്ഷെ നമുക്കതിൻ്റെ ജീനോടൈപ്പ് അറിയില്ല. എങ്ങനത്തെ ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ എന്നൊന്നും നമുക്കറിയില്ല. അതറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ് ടെസ്റ്റ് ക്രോസ്. സോ ഇതൊരു വയലറ്റ് ഫ്ലവറാണ്. ഒന്നുകിൽ ഇങ്ങനെ ആവാം, ക്യാപിറ്റൽ W ക്യാപിറ്റൽ. സോ വയലറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ക്യാപിറ്റൽ W. അല്ലെങ്കിൽ തന്നെ നമ്മൾ ക്യാപിറ്റൽ T സ്മോൾ t എന്ന് പറയുന്ന പോലെ ക്യാപിറ്റൽ W സ്മോൾ w. സോ നമ്മൾ എന്തിൻ്റെയും ആ ഡോമിനൻ്റ് ട്രേറ്റ് എന്താണോ എടുക്കണേ അതെപ്പോഴും ക്യാപിറ്റൽ ലെറ്ററിലും, റെസിസീവ് ട്രേറ്റ് എന്താ എടുക്കണേ അതിൻ്റെ സ്മോൾ ലെറ്ററാണ് യൂസ് ചെയ്ത്. അതാണ് നമ്മൾ ടോളിന് ക്യാപിറ്റൽ ടിയും ഡ്വാർഫിന് സ്മോൾ ടിയും യൂസ് ചെയ്ത്. അതുപോലെ നമ്മുടെ വയലറ്റിന് ക്യാപിറ്റൽ W, അതുപോലെ ക്യാപിറ്റൽ ടി എന്ന് പറഞ്ഞാൽ ഒരു കണ്ടീഷൻ. അല്ലെങ്കിൽ വയലറ്റ്, ഇതും വയലറ്റാണ്, ക്യാപിറ്റൽ ടി ടോളായിരുന്നു, അതുപോലെ ഇത് വയലറ്റാണ്. അതുപോലെ ക്യാപിറ്റൽ W സ്മോൾ w എന്ന് പറയുന്നതും വയലറ്റാണ്. ഇതുപോലെ നമ്മുടെ ക്യാപിറ്റൽ ടിയും സ്മോൾ ടിയും പറഞ്ഞ പോലെ ഇതും വയലറ്റാണ്. സോ ഇത് നമുക്ക് ഡോമിനൻ്റ് ഫീനോടൈപ്പാണ്. ഇത് ഹോമോസൈഗസ് ആണോ ഹെട്രോസൈഗസ് ആണോ നമുക്കറിയില്ല. അപ്പോൾ നമ്മൾ ഫീനോടൈപ്പ്, ഡോമിനൻ്റ് ഫീനോടൈപ്പ് എങ്ങനെയാണ് മനസ്സിലായത്? ഫ്ലവർ വയലറ്റ് ആണ്, അപ്പോൾ അതെന്താണ്? ഡോമിനൻ്റ് ആണ്. പക്ഷേ അതിൻ്റെ ജീനോടൈപ്പ് നമുക്കറിയില്ല. അപ്പോൾ അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ ഡോമിനൻ്റ് ട്രേറ്റിനെ നമ്മൾ റെസിസീവ് ട്രേറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു. ഏതാ റെസിസീവ്? വൈറ്റ് കളർ ഫ്ലവറാണ്, സ്മോൾ w അതുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നത്. അതായത് നമ്മൾ ടെസ്റ്റ് ക്രോസ് എപ്പോഴാണ്? F1നെ നമ്മൾ റെസിസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നതിന്. അപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുക. ഇതാണ് നമ്മുടെ ഡോമിനൻ്റ് ഫീനോടൈപ്പ് നിൽക്കുക. ക്യാപിറ്റൽ W നമ്മുടെ ഡോമിനൻ്റ് ഫീനോടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസിസീവുമായിട്ട് നമ്മൾ ക്രോസ് ചെയ്യുന്നു. റെസിസീവ് സ്മോൾ w. ഇതാണ് വൈറ്റ്. ആ വൈറ്റ് എന്ന് പറഞ്ഞ റെസിസീവ് ക്യാരക്ടറുമായിട്ട് നമ്മുടെ ഇതിനെ നമ്മൾ ക്രോസ് ചെയ്യുന്നു. ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇങ്ങനെ നമ്മൾ ചെയ്തില്ലേ, ഇതിനെ ഇതുമായിട്ടും ക്രോസ് ചെയ്യുന്നു. അതുപോലെ ഇതിനെ ഇതുമായിട്ട് ക്രോസ് ചെയ്യുന്നു. സോ ക്യാപിറ്റൽ W സ്മോൾ w, അതുപോലെ ക്യാപിറ്റൽ W സ്മോൾ w. അപ്പോൾ നമുക്ക് കിട്ടി. ഇതൊക്കെ കിട്ടിയത് എന്താ? ക്യാപിറ്റൽ T സ്മോൾ t എന്ന് പറഞ്ഞ പ്രകാരമാണ് നമുക്ക് ഈ പറഞ്ഞത് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ എല്ലാ ഫ്ലവേഴ്സും എന്താണ്? നമ്മളിവിടെ പറഞ്ഞ വയലറ്റാണ്. സോ ഡോമിനൻ്റ് ആയിട്ടുള്ള ആ ഫിനോടൈപ്പ് നമ്മൾ റെസിസീവായിട്ട് നമ്മൾ ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത് എല്ലാം വയലറ്റ് ഫ്ലവറാണ്. അപ്പോൾ നമ്മൾക്കിവിടെ വയലറ്റ് ഫ്ലവറാണെന്ന് മനസ്സിലായി. സോ അൺനോൺ ഫ്ലവർ, നമുക്കറിയില്ല ആ ഫ്ലവർ എന്താണ് അതിൻ്റെ ജീനോടൈപ്പ്. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയതെന്ന് മനസ്സിലായി. അൺനോൺ ഫ്ലവർ ഈസ് ഹോമോസൈഗസ് ഡോമിനൻ്റ്. ഹോമോസൈഗസ് ആയിട്ടുള്ള ഡോമിനൻ്റ് ആണ് അൺനോൺ ഫ്ലവർ. സോ ഇതാണ് ആ ഫ്ലവർ എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലായത്? ടെസ്റ്റ് ക്രോസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത്. ഇതാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ. ഇനി നേരെ തിരിച്ചുമാവാം. ഡോമിനൻ്റ് ക്യാരക്ടർ തന്നെ, ഇതും ഡോമിനൻ്റ് ക്യാരക്ടറാണ്. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താ ചെയ്യണേ? ഈ ഡോമിനൻ്റ് ആയിട്ടുള്ള F1 ഹൈബ്രിഡിനെ റെസിസീവ് വൈറ്റുമായിട്ട് ക്രോസ് ചെയ്യുന്നു, ടെസ്റ്റ് ക്രോസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ഗാമറ്റുകൾ എഴുതുന്നു. ക്യാപിറ്റൽ W സ്മോൾ w ഇൻഡിവിജ്വൽ ഗാമറ്റ് എഴുതുന്നു, റെസിസീവ് ഇൻഡിവിജ്വൽ ഗാമറ്റുകൾ എഴുതുന്നു. നമ്മളതിനെ ക്രോസ് ചെയ്യുന്നു ചെക്കർ ബോർഡ് വരച്ച്. സോ ക്യാപിറ്റൽ W സ്മോൾ w അത് കിട്ടി. അടുത്ത ഗാമറ്റ് സ്മോൾ w
സ്മോൾ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു, വീണ്ടും അടുത്ത ഗ്യാമറ്റ് സ്മോൾ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു. അപ്പോൾ നമുക്കറിയാം ഇതെന്താണ് വയലറ്റ് ആണ്, ഇതെന്താണ് വയലറ്റ് ആണ്, ഇതെന്താണ് വൈറ്റ്, ഇതെന്താണ് വൈറ്റ്. സോ പകുതി വയലറ്റ് പകുതി വൈറ്റുമാണ് കിട്ടിയത്. സോ ഇതിൻ്റെ റിസൾട്ട് ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ വയലറ്റ്, പകുതി എന്താണ് വയലറ്റ് ആണ്, ആൻഡ് ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് ആർ വൈറ്റ്, പകുതി വൈറ്റുമാണ്. അപ്പോൾ ഇതിൻ്റെ ജീനോടൈപ്പ് നമുക്ക് എങ്ങനെയാണ് റെസസീവായിട്ട് ക്രോസ് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായത് ഹെറ്ററോസൈഗസ് ആണ്. അൺനോൺ ഫ്ലവർ ഈസ് ഹെറ്ററോസൈഗസ്. സോ നമ്മുടെ ആ ഇതിൻ്റെ ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്ന ആ ജീനോടൈപ്പ് തിരിച്ചറിയാനായിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യണം. സോ അൺനോൺ ആയിട്ടുള്ള ഒരു ഓർഗാനിസത്തിൻ്റെ ഹോമോസൈഗസ് ആണോ അതോ ഹെറ്ററോസൈഗസ് ആണോ എന്ന് അതിൻ്റെ ജീനോടൈപ്പ് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലായത് എപ്പോഴാണ്, അതിൻ്റെ F1-നെ റെസസീവ് പാരൻറ്റുമായിട്ട് ക്രോസ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ഇവിടെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി എന്താണ് അൺനോൺ ഫ്ലവർ ഡോമിനൻ്റ് എങ്ങനെയായിരുന്നു, ഹോമോസൈഗസ് ആണ്. അൺനോൺ ഫ്ലവർ ഹോമോസൈഗസ് ആണെന്ന് മനസ്സിലായി. ഇവിടെ മനസ്സിലായത് അൺനോൺ ഫ്ലവർ ഹെറ്ററോസൈഗസ് ആണ്, ക്യാപിറ്റൽ ഡബ്ല്യു സ്മോൾ ഡബ്ല്യു. ഇവിടെയാണ് ക്യാപിറ്റൽ ഡബ്ല്യു ക്യാപിറ്റൽ ഡബ്ല്യു. സോ ഇപ്രകാരം നമുക്ക് ടെസ്റ്റ് ക്രോസ് വഴി ഏത് ഓർഗാനിസത്തിൻ്റെയും ജീനോടൈപ്പ്, നമുക്കറിയാത്ത ഒരു ഓർഗാനിസത്തിൻ്റെ ജീനോടൈപ്പ് എങ്ങനെയാണ്, ഹോമോസൈഗസ് ആണോ ഹെറ്ററോസൈഗസ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്.